പിണറായി പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചു കഴിഞ്ഞത്. ബിക്കോസിന്റെ ഉദയൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എപ്പോഴാ പൂർത്തിയാക്കുക? ഡിസംബർ. അല്ല, ഭോജന സമക്ഷം അത് മാറണ്ടാന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ വെച്ചതേ ആ ഉറപ്പ് ഞാൻ വാങ്ങിയത്. ഡിസംബറോടുകൂടി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, പിണറായി പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചു കഴിഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത്. അവരും വലിയ വിഷമത്തിലാണ്. വേഗം തന്നെ മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ അതൊരു പ്രയാസം ആ കെട്ടിടം തന്നവർക്കുണ്ടായിട്ടുണ്ട്. ഏതായാലും അതിവേഗതയിൽ തന്നെ ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയുള്ള നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പിക്കോസാണ് നിർമ്മാണ കരാർ എടുത്തിട്ടുള്ളത്. നമ്മുടെ പിണറായി പഞ്ചായത്താണ് ഇതിനു വേണ്ട സ്ഥലം നൽകിയിട്ടുള്ളത്. 25 സെന്റ് സ്ഥലം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് നൽകിയതാണ്. 8173 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കെട്ടിടം 3 നിലകളിലായി 3 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. ഇപ്പൊ സാധാരണ നിലക്ക് നല്ല കെട്ടിടമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു, മാതൃകാ സ്റ്റേഷനായിട്ട് തന്നെ ഈ സ്റ്റേഷൻ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസില് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ് നാം പിന്നിട്ടത്. നമ്മുടെ സംസ്ഥാന പോലീസിന്റെ മുഖം മനുഷ്യോന്മുഖമായി വലിയ തോതിൽ മാറിക്കഴിഞ്ഞ കാലമാണ്. ഈ കാലയളവില് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. പക്ഷെ ദുരന്തകാലത്തൊക്കെ വിഷമതി അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം സ്തുത്യർഹമായ രീതിയിലാണ് പോലീസ് നിലകൊണ്ടത്. നമ്മുടെ രക്ഷാപ്രവർത്തന ഘട്ടങ്ങളിലൊക്കെ അതിന്റെ മുൻപന്തിയിൽ തന്നെ പോലീസ് സേനയുണ്ടായിരുന്നു. വലിയ ദുരിതങ്ങളാകുമ്പോൾ അതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിന് വരുന്ന മറ്റ് പ്രധാന ഏജൻസികളുണ്ട്. പക്ഷെ അവരെല്ലാം എത്തിച്ചേരുന്നതിന് കുറെ കൂടി താമസം വരും. പെട്ടെന്ന് തന്നെ രംഗത്തെത്തുന്നത് പോലീസും ഫയർഫോഴ്സും ഒക്കെയാണ്. അതിൽ സ്തുത്യർഹമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രളയകാലത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്തിയ
ഒട്ടേറെ പോലീസുകാരെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയ ഒരു പോലീസുകാരൻ ആ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ സന്ദേശം വരികയാണ്, അദ്ദേഹത്തിന്റെ വീട് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോഴും തൻ്റെ ദൗത്യം, ആ രക്ഷാപ്രവർത്തനം മുടങ്ങാതെ പൂർത്തീകരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. കോവിഡ് വന്നപ്പോൾ എല്ലാ മേഖലയിലും വലിയ തോതിൽ ഇടപെടാനും സഹായിക്കാനും പോലീസ് ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ഭാഗമായി ജനമൈത്രി എന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലായിടവും നടപ്പാക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ജനങ്ങളുമായി നല്ല സൗഹൃദത്തിൽ കഴിയുന്നൊരു സേനയായി പോലീസ് മാറിയിരിക്കുന്നു.